ഹായ് ഓൾ, വെൽക്കം ടു അഞ്ജു സ്വീറ്റ് ഹോം. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു സാലഡാണ്, സ്വീറ്റ് പൊട്ടറ്റോ സാലഡ്. അതിന് വെജിറ്റബിൾസ് കുക്കുംബർ, ക്യാരറ്റ്, ലെറ്റ്യൂസിന് പകരം ക്യാബേജ് വേണമെങ്കിലും എടുക്കാം. ഇതെല്ലാം തന്നെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൂടാതെ മുളപ്പിച്ച പയറാണ് ഇത്. പച്ചപ്പയറില്ലേ, ചെറുപയർ, അതും പെരുമ്പയറും മുളപ്പിച്ചതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എടുത്താലും മതിയാവും. പിന്നെ സാലഡിൻ്റെ ഡ്രസ്സിങ്ങിനായിട്ട് ഒലിവ് ഓയിൽ 2 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ചാട്ട് മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിൽ ഞാൻ ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് സീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സൺഫ്ലവർ സീഡും ഫ്ലാക്സ് സീഡുമാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ഡെക്കറേഷന് വേണ്ടിയിട്ടും കഴിക്കാനും നല്ലതിനുമാണ് എള്ള്. ഞാൻ കറുത്ത എള്ളാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് വൈറ്റ് വേണമെങ്കിലും ഉപയോഗിക്കും. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങാണ്. അത് ഞാൻ ഈ ഒരു വലിപ്പത്തിനും കട്ട് ചെയ്ത് വേവിച്ചെടുത്തതാണ്, ആവി കയറ്റി വേവിച്ചതാണ്. ഈ ഒരു വലിപ്പമാണെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്തതാണ്. ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഇതും ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം. ആദ്യം വേണ്ടത് നമുക്ക് സാലഡ് ഡ്രസ്സിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് എടുത്ത് വച്ചിരിക്കുന്ന ഒലിവ് ഓയിൽ, 1 ടീസ്പൂൺ ചാട്ട് മസാല പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, ചാട്ട് മസാലയിൽ ഉപ്പുണ്ടാവും. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഒരു ബൗളിലേക്ക് നമുക്കെല്ലാം കൂടെ അസംബിൾ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ്, കുക്കുംബർ, ക്യാരറ്റ്, ലെറ്റ്യൂസ്, മുളപ്പിച്ച പയർ, ഏതെങ്കിലും ഒന്നിട്ടാലും മതിയേ, പയർ. ഇത്രയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബൗള് മിക്സ് ചെയ്യാൻ പാടായതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാലഡ് ഡ്രസ്സിങ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം സാലഡ് ഡ്രസ്സിങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സീഡ്സ് ഇട്ട് കൊടുക്കാം. സൺഫ്ലവർ സീഡ്, ഇത് സീഡ്സ് എല്ലാം 1 ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. ഫ്ലാക്സ് സീഡ്, ഇത് രണ്ടും ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ മീതെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് എള്ള്. അപ്പോൾ ഞാനിവിടെ കറുത്ത എള്ള് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടല്ലോ, ഇത് എളുപ്പമുള്ള ഒരു സാലഡ് റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.